ക്രൊയേഷ്യക്കെതിരെ റൗണ്ട് ഓഫ് 32 നിന്ന് ജയിച്ച് 16 കടന്ന പോർച്ചുഗലിന്, എസ്പെഷ്യലി പോർച്ചുഗൽ ഫാൻസിന് ജയിച്ചെങ്കിലും ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും 2014, 2018, 22 ഈ ടൈമുകളിലൂടെയൊക്കെ പോയതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന ഒരു ജേണി ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് നമ്മുടെ ടീമിന് പറ്റുന്നവരല്ലാത്തൊരു സാഹചര്യത്തിൽ അതെല്ലാം പോയിട്ടുള്ളതാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫാൻ ഗ്രൂപ്പ് കേരള സമൂഹത്തിലുണ്ട് എന്നുള്ളത്. എന്തായാലും ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരത്തെക്കുറിച്ചുള്ള 3 പോയിന്റുകൾ അല്ല, ഇത് ലോങ് ഫോർമാറ്റ് വീഡിയോ ആണ്. സോ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നത്. കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. ഓക്കെ, കുറേ പേര് ചോദിക്കണ്ടായിരുന്നു എന്താണ് ഈ RJ ആൻഡപ്പൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സ് റേഡിയോ ഹോസ്റ്റാണ്, നിർത്തി ഇറങ്ങിയതാണ്. സോ അത് അറിയാതെ ഇങ്ങനെ ഞാൻ നമ്മുടെ ടോക്കിൽ വരുമ്പോൾ അത് വന്നു പോകുന്നതാണ്. ഞാനിങ്ങനെ എക്സ് റേഡിയോ ഹോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ RJ പിന്നെ വൺസ് ആൻ RJ ഈസ് ഓൾവേസ് ആൻ RJ എന്നുള്ളതാണ്. എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ഈ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും ഈ പറയുന്ന പോലെ തന്നെ പോർച്ചുഗൽ ആയാലും പെർഫോം ചെയ്യാത്തതിന് പലതരത്തിലുള്ള കാരണങ്ങളും നമുക്ക് എടുത്ത് നിരത്തി വെക്കാൻ പറ്റുമായിരുന്നു. കാരണം കോച്ച് പല പ്ലേയേഴ്സിനെയും പരീക്ഷിക്കുകയും പല കാര്യങ്ങളും ശ്രമിക്കുകയും പലതും നോക്കുന്നതിൻ്റെതൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു പോർച്ചുഗലിന് നേരെ പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് റൗണ്ട് ഓഫ് 32 എസ്പെഷ്യലി ക്രൊയേഷ്യയുടെ ആയിട്ട് കളിക്കുന്ന സമയത്ത് 2018 2022 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ഒരു ക്രൊയേഷ്യ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. ദേ ആർ ലിറ്റിൽ ഓൾഡർ. അങ്ങനെയുള്ളൊരു ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിനെ പോലെ ഇത്രയും പേപ്പറിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇത് കളിച്ചാൽ മതിയോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ഇതിലുണ്ടാവുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഈ ഫ്രസ്ട്രേഷൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ റൊണാൾഡോയെ ഈ പറയുന്ന പോലെ 90 മിനിറ്റ് കളിപ്പിക്കാൻ പാടില്ല. ഇത് ഒന്നാമത്തെ കാര്യം എന്താ പറയുക, നമ്മൾ പറയുന്ന മുഴുവൻ വീഡിയോസും പലപ്പോഴും പലരും കാണാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതല്ല, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് നിങ്ങൾക്ക് നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് മാച്ചിനെ ഒന്ന് വീക്ഷിക്കുന്നവർക്കും നിങ്ങൾ റിവ്യൂ അനലൈസ് ഒന്നും ചെയ്യേണ്ട. ഹീസ് നോട്ട് ഏബിൾ ടു പെർഫോം. മേ ബി ഒരു ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ ഒരു ടീമിനെതിരെയൊക്കെ കളിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കാം. പക്ഷേ അതല്ലാതെ കുറച്ച് ടീമുകൾ എസ്പെഷ്യലി പുള്ളിക്കാരനെ ഒന്ന് പൂട്ടണം എന്ന് വിചാരിക്കുമ്പോൾ പുള്ളി ആക്ച്വലി അതിൽ പെട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചിലിരുത്തേണ്ട താരമാണെന്നല്ല. ഫ്രസ്ട്രേറ്റഡ് ആവാതെ സിമ്പിളായിട്ട് കേൾക്ക്. പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനോ റൊണാൾഡോ ഏജ്ഡ് ആയി വന്നിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും പുള്ളി ഒരു സ്ട്രൈക്കറാണ്. സ്ട്രൈക്കറിൻ്റെ ഏറ്റവും സ്ട്രെങ്ത്തുകളിൽ ഒരെണ്ണം സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ എത്ര നിങ്ങൾ തർക്കിച്ചാലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു വളരെ വലിയൊരു പഴയ റൊണാൾഡോ ഒന്നും അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നിങ്ങൾ തന്നെ റൊണാൾഡോ ഹെയ്റ്റർ എന്നോ എന്ത് തരം ടാഗ് എടുത്തിട്ടാലും വിച്ച് ഇസ് എ ഫാക്ട്. മെസ്സിക്ക് 90 മിനിറ്റ് കളിക്കാൻ സാധിക്കുന്നില്ലല്ലോ. പക്ഷെ എന്നാൽ പോലും ആ ടീം അതിനനുസരിച്ചുള്ള പ്ലാൻ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിലെ ചില താരങ്ങളെങ്കിലും കളിക്കുന്നത് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോച്ച് ചെയ്യേണ്ട ഡിസിഷനാണ് മാറ്റി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്. എനിക്ക് തോന്നിയതാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണം. വിറ്റീനിയ ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ്. ഈ 2 താരങ്ങളെ മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നുള്ളൂ. ഇവർ 2 പേരും ദേ ആർ നോട്ട്, അതെങ്ങനെ പറയുക, അവർക്ക് പോർച്ചുഗൽ ജയിക്കാം, പക്ഷേ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവരുത്. ഈ സാധനം അവരിൽ ഭയങ്കര എവിഡൻ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ റൊണാൾഡോയുടെ ഒരു ഫെയിലിയറും കൂടിയാണ് കേട്ടോ. ഇതിൽ നിങ്ങളിനി അടുത്ത സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു ടീമിലുള്ള എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ക്യാപ്റ്റൻ്റെ തന്നെയാണ്. അത് എത്തിക്കാൻ പറ്റുന്നില്ല. പല പ്ലേയേഴ്സിലും ആ വിയോജിപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബീയിങ് ആസ് എ ക്യാപ്റ്റൻ യു ആർ ബീയിങ് എ ഫെയിലിയർ എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിൻ്റെ സത്യം അതാണ് എന്നുള്ളതാണ്. കാരണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോൾ ഈ പറയുന്നത് പോലെ വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടൂർണമെൻറ്റ് ഇൻ ഫുട്ബോൾ. സോ അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള ഈഗോ ക്ലാഷുകൾ വരിക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇത് ഞാൻ പറഞ്ഞതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആയിക്കോട്ടെ വിറ്റീനി ആയിക്കോട്ടെ, ഈ 2 പേരും
ക്ലബ്ബിൽ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ ഒരിച്ചിരിയെങ്കിലും കാണാറുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ 10-1 പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ഓക്കെ പോട്ടെ, ഈ കഴിഞ്ഞ മത്സരം ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ കളിച്ചു നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആസ് എ മെസ്സി ഫാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? ചെയ്തേ പറ്റുള്ളൂ. കാരണം റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കാത്ത അവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറ്റീനയെ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമാവുമോ? അപ്പോഴും ബ്രൂണോ കൊടുക്കാതിരിക്കുകയാണ്. സോ ഐദർ എന്ത് ചെയ്യണം, റൊണാൾഡോയെ മാറ്റി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഭവം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ മാച്ചസിൽ ക്രൊയേഷ്യയുടെ എതിരെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അവർ സെക്കൻഡ് ഹാഫിൽ ട്രൈ ചെയ്തു. യു ഗൈസ് ഹാഡ് അത് ഫുട്ബോളിൽ ലക്ക് എന്നൊക്കെ പറയും, പക്ഷെ അത് സംടൈംസ് ദാറ്റ് ഈസ് ഓൾസോ വെരി നെസസറി ഇൻ ഫുട്ബോൾ. അതുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ കൈച്ചിലായി വന്നത് എന്നുള്ളതാണ്. ഇനി എനിക്ക് എടുത്ത് പറയണം എന്ന് തോന്നിയൊരു മറ്റു താരം എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ഡിഫൻസ് വാസ് നോട്ട് ഗുഡ്. ഓക്കെ, ഗോൾ കീപ്പറായിട്ടുള്ള ഡിയാഗോ കോസ്റ്റയാണ്. വാട്ട് എ പെർഫോമൻസ് മാൻ ആൻഡ് വാട്ട് എ പ്ലെയർ ഈസ്. ഈ ടൂർണമെൻറ്റിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ആരാണ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റുന്നത് ഇസ് ഡിയാഗോ കോസ്റ്റ. കാരണം നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ എടുത്ത് നോക്കുക, ഇപ്പോൾ ഈ നോക്കൗട്ട് മത്സരങ്ങൾ എടുത്ത് നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ഡിയാഗോ കോസ്റ്റ. സേവുകളുടെ കാര്യം ഇപ്പോൾ പറയുന്നത്, അപ്പോൾ പിന്നെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഡിഫൻസിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഗോൾ കീപ്പറിനെയും ഗോൾ ആവാതിരിക്കാനും ഒക്കെ ഡിഫെൻഡ് ചെയ്യാനാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. കാരണം ബോക്സിന് മുമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ ആവാനുള്ള ചാൻസസ്, അത് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. സോ ഡിഫൻസിൽ പലതവണയും സ്പ്ലിറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറി വരാൻ പല ടീമുകൾക്കും, അത് ഗ്രൂപ്പിലായാലും ശരി നോക്കൗട്ടിലായാലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ, അതായത് ക്രൊയേഷ്യയുടെ ആദ്യത്തെ ഗോള് എത്ര ഈസി ആയിട്ടാണ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ സൈഡിൽ നിന്ന് എടുത്തത് ആ സാധനം. ശരിക്കും അത് ഡിഫൻഡേഴ്സിൻ്റെ മിസ്റ്റേക്കിൽ തന്നെ വന്നതല്ലേ. ശരിക്കും ഡിയാഗോ കോസ്റ്റയ്ക്ക് ആ ഒരു സേവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ക്ലീൻ ഷീറ്റും ഒപ്പം എനിക്ക് തോന്നുന്നു മോർ ദാൻ 8 റേറ്റിംഗും കൂടെ വരേണ്ടിയിരുന്ന ഒരു പ്ലെയറാണ്. ആലോചിച്ച് നോക്ക് ഗൈസ്. സോ എൻ്റെ കണ്ണിൽ ഡിയാഗോ കോസ്റ്റ തന്നെയാണ് പോർച്ചുഗലിന് ഇപ്പം നിലവിൽ നമുക്ക് ഇത് പറയില്ല, ഇഫ് യു ആർ ബെറ്റിംഗ് ധൈര്യമായിട്ട് അവൻ്റെ തലയിൽ കാശ് വെച്ചു, അവൻ്റെ മുകളിൽ കാശ് വെച്ചു, നിങ്ങൾക്ക് ബെറ്റ് ജയിക്കാൻ പറ്റും. പക്ഷേ നോട്ട് ഓൺ റൊണാൾഡോ, നോട്ട് ഓൺ ബ്രൂണോ ഫെർണാണ്ടസ്, നോട്ട് ഓൺ എനി അതർ പ്ലേയേഴ്സ് ഇൻ പോർച്ചുഗൽ. യു ക്യാൻ ബെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവൻ്റെ പേരിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കോച്ചായിട്ടുള്ള റോബർട്ട് ആൻഡ് പൊന്നടാവൻ, ഞാനത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ജോ ഫെലിക്സിനെ ഇറക്കിയില്ല, അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ്. ആൻഡ് പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻസും ഈ പറയുന്ന പോലെ തന്നെ പ്ലേയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഹീസ് ഹാവിങ് സം പ്രോബ്ലംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പുള്ളി പറയുന്നത് പ്ലേയേഴ്സ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പുള്ളി പറയുന്നത് പ്ലേയേഴ്സിന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പുള്ളി പറയുന്നില്ല. ഇതിലേതോ ഒന്നാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സെയിം സെറ്റ് ഓഫ് സ്റ്റൈൽ തന്നെയാണ് എപ്പോഴും കാഴ്ചവെക്കുക. ആൻഡ് ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൂക്ക മോഡ്രിച്ചിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ പടിയിറക്കം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണ്. അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പറയുന്ന പോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് വരുന്നതുകൊണ്ട് തന്നെ സുഖമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഫാൻസിനൊക്കെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാതെ രണ്ടുപേരിൽ ആരായാലും കുഴപ്പമില്ല എന്നുള്ള ലൈനിലേക്കൊക്കെ വന്നു. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാനത് പറയുമ്പോൾ അതിനെ വേറെ സെൻസിലെടുക്കരുത്. ലൂക്ക മോഡ്രിച്ചിന് പഴയ ആ ഒരു ലൂക്കേ അല്ല ഇപ്പോഴത്തെ. ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്, പാസിങ്ങിലായാലും അതിൻ്റെ അക്യുറസിയിലായാലും ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ഹീ ഷുഡ് റിട്ടയർ എന്ന് തോന്നുന്നു. ബാക്കി ഈ മത്സരത്തെക്കുറിച്ച് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ പോരായ്മകളിൽ ഒന്ന് കോച്ചിൻ്റെ ഡിസിഷൻ മേക്കിങ്സും ഒപ്പം ഡിഫൻസുമാണ്. അതല്ലാതെ പോർച്ചുഗലിന് വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്, മിഡിൽ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലിൽ മാറ്റം വരുത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ വരുത്തണം. പക്ഷേ ബ്രൂണോ അല്ലാതെ വിറ്റീനെ അല്ലാതെ ആരെ ഇറക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു വലിയ ചോദ്യമാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സംതിങ് ഈസ് ദെയർ, അവരുടെ ഇടയിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇതിപ്പോൾ. ഞാൻ പറഞ്ഞത് ഈ അർജൻറ്റീനയുടെ ഇതൊരു ഞാൻ കൊച്ചിയിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്താണ്. ആയതുകൊണ്ട് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ, പക്ഷേ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് മാൻ. എനിക്ക് ഓണസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പുകൾ എന്തായാലും ഇവിടെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ യോജിപ്പാണെന്നുണ്ടെങ്കിലും അത് താഴെ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ